അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളെ സെതിലേക്കാന്റെ വീട്ടിലാണ് അല്ലേ? സെതിലേക്ക അതായത് എന്താണ് കുലാവിയ കളരിക്കൽ സെതിലേക്കാന്റെ വീട് വരുന്നത് നമ്മളെ വട്ടത്താണി, അതായത് തിരൂര് താന്നൂർ വട്ടത്താണി കോളനി റോഡിലാണ്. അപ്പോൾ സെതിലേക്കാന്റെ വീട്ടിൽ ഒരു ഉഗ്ര സാധനം വന്നെന്ന് അറിഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ്. സാധനം രണ്ടും കെട്ട അവസ്ഥയിലേക്കാണ്. ഇവിടുന്ന് പിടിച്ചാൽ അപ്പുറത്തുനിന്ന് പൈപ്പിന്റെ അപ്പുറത്തേക്ക് ചാടും, അപ്പുറത്തുനിന്ന് പിടിച്ചാൽ ഇപ്പുറത്തേക്ക് വന്നിട്ട്, അതായത് വലിയ ചൈനന്റെ വൻമതിൽ പോലെ വലിയ മതിലാണ്. അപ്പോൾ ഇത് ചാടി കടന്ന് നമുക്ക് പിടിക്കാന്നുള്ള ടാസ്ക്കാണ്. കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അല്ലേ? അതാണ് ഇതിന്റെ അവസ്ഥ. അതായത് നമ്മൾ കുറുക്ക് വഴിയൊക്കെ ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ലോക്കാക്കുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് ചാടിയാൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ ടാസ്ക്കാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇളക്കിയിട്ട് അപ്പുറത്ത് കൂടെ പോയാൽ പിന്നെ നമുക്ക് അതിനെ കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ അപ്പുറം ക്ലോസ് ചെയ്യണം. കാരണം എങ്ങനെയെങ്കിലും ആളെ പിടിക്കാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് സെറ്റ് സാധനമാണ്. ഇന്ന് 1-ാം തീയതിയാണ് അല്ലേ? 2025 ജനുവരി 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ നല്ലൊരു സാധനത്തിനെ തന്നെ സെതിലേക്ക് തന്നില്ലേ? അപ്പോൾ കാണിച്ചു തന്നിക്കണ്. ഇനി പിടിച്ചാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാർ നമ്മളെ സഹായിക്കാൻ ഇവിടുത്തെ അയൽവാസികൾ അല്ലേ? അയൽവാസികളും പിന്നെ സെതിലേക്കാൻ്റെ മക്കളെ കമ്പനിക്കാരൊക്കെ ആവും തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും സജ്ജായിട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു, കട്ട വെയിറ്റിങ്ങിലായിരുന്നു. ഞാൻ പറന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയണ്ട അല്ലേ? അപ്പൊ ആരും നമ്മളെ ക്യാമറമാനായിരുന്നു. അപ്പോഴേ നമ്മളെ ഇന്നത്തെ ക്യാമറമാനാണ്, എന്തായിരുന്നു പേരെന്തായിരുന്നു? അപ്പൊ നമ്മളെ ഇന്നത്തെ ക്യാമറമാനാണ് ഷംസീർ കാക്കയാണ്. കുറച്ചവനക്ക് അറിയാം കൊളാക്കോ ഇല്ലേ എന്നുള്ളത്. സെറ്റാണ്. അല്ലല്ല ആള് എന്താ പറയാ, കല്യാണം കഴിച്ചില്ലല്ലോ. അപ്പൊ നോക്കണ്ട് കേട്ടോ, കല്യാണം കഴിച്ചത് അല്ല, മസിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെവരൊക്കെ നോക്കിയാൽ മതിയില്ലേ? പോരാ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കാരണം വെച്ചാൽ എല്ലാവരും ടെൻഷനായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ എന്താ പറയാ, ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. എന്തായാലും റെസ്ക്യൂക്ക് പോവാണ്. കടഞ്ഞായ അവരോടൊക്കെ പറഞ്ഞിട്ടില്ലേ? കടഞ്ഞായ അപ്പോഴേ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ടോർച്ച് അടിച്ച് നോക്കിട്ടാ. ആക്ഷൻ പങ്കുജ് ആക്ഷൻ അവിടെ കാണില്ല. അത് കഴിഞ്ഞാ അതിന്റെ ആവശ്യമില്ല. ഇറങ്ങിയാ ഇറങ്ങാൻ സാധ്യത കുറവാണ്. മാറുന്ന നോക്കട്ടെ. സഞ്ചിക്ക് ഓട്ടൊന്നുമില്ലല്ലോ മക്കളെ. അവിടേക്ക് വരുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടുന്ന് കുത്തി കൊടുത്താൽ മതി. വേണ്ട വേണ്ട വേണ്ട, അവിടെ കുത്തൊന്നും വേണ്ട. നമുക്കേ നമുക്ക് ക്ലോസ് ചെയ്യാം. എവിടെ അവിടെ ക്ലോസ് ചെയ്യാനാടാ? ഇവിടെ ക്ലോസ് ചെയ്തിട്ട് അവിടെ തന്നെ പിടിക്കാൻ മതി. അങ്ങനെ പിടിക്കാം. അങ്ങനെ റിസ്ക് എടുക്കണ്ടല്ലോ. ഞാൻ ഇവിടെ ഇങ്ങോട്ട് ടോർച്ച് അടിക്കണ്ടേ സാധനം കണ്ട് അന്നക്കാട്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാറുന്ന ഇതൊക്കെ അതാ സാധനം. പിന്നെ ഇങ്ങനെ പഠിക്കണം. ഇതൊന്നല്ല വേണമെങ്കിൽ ഈ കോണിമ്മ കൂടി കയറിക്കോളി. ഇല്ലല്ല വരില്ല 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 ഇനി വരില്ല. ഞാൻ എന്റെ ടോർച്ച് തല ചാടിയാൽ ഞാൻ അതിനെ കണ്ണടിച്ച് അവിടെ നിർത്തും. മറിഞ്ഞടിക്കട്ടോ ഒന്നും നോക്കണ്ട. ഞാൻ ഓക്കെ ലെറ്റ്സ് ഗോ. പിന്നെ അല്ല ആരാ വെച്ചിക്കണേ? കോണി കേറിട്ട് പിന്നെ ഞാനാണ് ചാടണ്ടേ? ഞാൻ പറഞ്ഞ സുഖമാണ്, ഞാൻ ചാടാം. അങ്ങനെ വരാം. അപ്പൊ പാവു ആവിനെ വാട്ടി കൊടുക്കാം. പിന്നല്ല ഇതാ ക്യാമറമാൻ ഇങ്ങനെ അടിച്ചു കൊടുങ്ങിട്ട് അടിക്കുവേ. ബീവി വരുന്നുണ്ട്. ഉഷ ബീവി കൊയങ്ങിയ വെള്ളം വേണം. നല്ല സൂപ്പർ സാധനം. പിന്നല്ല 1.5 മുതല് തട്ടിട്ടാൽ ഇപ്പൊ തന്നെ എന്നാ പായാൻ സുഖം. അതൊക്കെ കുറച്ചുകൊണ്ട് വലിച്ചിട്ടാണ്. ഉഷ ബീവിനെ കാണുന്നുണ്ടോ? അവിടെ എന്തൊക്കെയുണ്ട്? അടിക്ക് പോവോ? പടച്ചോൻക്കറിയാം, ഞങ്ങളറിയില്ല. സുലൈമാനല്ല ഹനുമാനാന്ന് പറഞ്ഞു. ഔ
തല എവിടെയാണ് ഇപ്പൊ എന്റെ ഇപ്പൊ വരുവായി കണ്ടു സൂന്ന് പറയും റേസ് എവിടെയാണ് തല പൊന്തിക്കുവാ മേലെ കയറുവാ ഇല്ല അഞ്ഞ വരൂല അടി തലൊക്കെ അടിക്കുഞ്ഞി ഇങ്ങോട്ട് വന്നു കണ്ട് കയറിക്ക അതാ പൊത്ത് അയക്ക് പോവല്ല എൻ്റെ എവിടെയാണ് ഓവ് ഇവിടെ ഇങ്ങോട്ട് പോ ഞാൻ വയ്യാഞ്ചരാ ശ്രദ്ധ മതി ആള് ടെററാണ് ശേഷം ഇല്ല ഒന്നും പറ്റില്ല അങ്ങനെ പിടിച്ചിങ്ങനെ കാണും മൂർക്കൻ ഏര പണിക്കണേ കൊത്തു അതിനായിട്ട് കൊത്തുപിടിയാണ് ഞങ്ങൾ പോകുന്ന കയ്യേ ഇതാണ് സാധനം മാറിക്കോട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊള്ളൂലേ എടാ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊള്ളൂല അത് അതിൻ്റെ ഉള്ളിൽ കൊള്ളൂല സഞ്ചി വണ്ണം നോക്ക് അതിനല്ല പറഞ്ഞു നല്ല വണ്ണം ഉണ്ടെന്ന് അതന്നെ ആ കുടിച്ചോണ്ടിരിക്കണ് കണ്ണം ഒരു മൂർക്കാൻ നല്ല വത്തിയേക്കാണ് തെറ്റി ഹെഡ്സെറ്റ് ഉള്ളതാണ് ഹെഡ്സെറ്റ് ഉണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നോ അയിക്കൂടി കയറും എപ്പം കയറും അങ്ങനെയൊക്കെയാണ് കയറും തല താത്താണ് നല്ല വെയിറ്റാ എവിടുന്ന് വന്നാണോ എവിടുന്ന് വന്നതെന്നൊന്നും ആർക്കും അറിയില്ല പെട്ടെന്ന് കുറച്ച് കണ്ടാണൊക്കെ ആ അയിക്കൂടി കയറിക്കോ കയറ് കയറ് ആ പോകണ്ട് ഉള്ളിക്കോ നല്ല ഊത്താണ് സഞ്ചി അതാ ബാക്കിൽ നിങ്ങളിങ്ങനെ അതിനെ കൽപ്പിച്ചപ്പോ എല്ലാരും അതിന് ഇരുന്ന് കണ്ടാണ് മന്തിക്കളിയാണ് അയ്യേ പോത്രകളി അയ്യ നിങ്ങൾക്ക് അതിലോട്ട് കൊണ്ടേക്കോളി അതല്ലേ ഓട്ടം നാക്കൂല ഓട്ടക്കാനാണ് ഒന്നും മിണ്ടാതിരിക്കുന്നതിനെ പിടിക്കല്ലേ നമ്മളെ ശ്രദ്ധ കളയല്ലേ ആ തുണി കഷ്ണം ആ തുണിയടാ അത് അവിടെ കെട്ടി നമ്മള് വണ്ടി വരണോ അതായിട്ടവിടെ ബർച്ചിരിക്കാണ് അപ്പൊ ഇതുവരെ ഓണാക്കിട്ട് ചെയ്യാ ഓണ തന്നെ അതില് കൊണ്ടാണോ ഇത് നമ്മളെ നമ്മ പറഞ്ഞാ മതി അതില് കൊണ്ടുപോയിട്ട് ചെയ്യാന്ന് അല്ല ഈ കൊണ്ടുപോയിട്ടില്ലാന്നല്ലോ അത് നമ്മൾ മാറ്റാൻ നല്ല ഹെവി സാധനം നമ്മള് അപകടങ്ങൾ വിളിച്ചു വരുത്തരുത് അതിനനുസരിച്ച് നിങ്ങൾ മാറി തരാം നമുക്ക് ഒരുപാട് ആൾക്കാരില്ലാത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ നമ്മൾ പഴിച്ചിട്ടേ നമുക്ക് ഒരിക്കലും എന്തില്ല ചാക്കിലാക്കാൻ പാടില്ല നിവൃത്തികേടുകൊണ്ട് ചാക്കിലാക്കിയതാണ് നമ്മളപ്പോ തന്നെ അതിലേക്ക് മാറ്റണുണ്ട് പ്രേക്ഷകർ കുറെ ഉണ്ട് നമ്മള് ആരും പായണ്ട
ചേച്ചി സാധനമായിട്ട് വരുന്നുണ്ട്. അവിടുന്ന് അടിച്ചോ? ഓക്കെ, അതിലടിച്ചോ? ഓ, നല്ല ഹെവി സാധനമാണ് സാധനം. പുറത്തേക്ക് ചാടി മാറണ്ടോ? വേറെ വഴിയില്ല നമുക്ക് ഇതിനെ പിടിക്കാൻ. കേരള സാധനം കൂട്ടിലായിട്ടുണ്ട്. വേറെ ഒരാളുണ്ട്. അപ്പോഴേ നമ്മളെ സെതിലേക്കാന്റെ സ്വന്തം മാമിനെ കുറച്ച് റിസ്ക് എടുത്ത് അല്ലേ? കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ പിടിച്ചത്. എന്തായാലും കുഴപ്പമില്ല. നമ്മളെ 1-ാം തീയതി തന്നെ നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു. അതിന് സെതിലേക്കാനോട് നന്ദി പറയുകയാണ്. നല്ലൊരു മുതലിനെ തന്നെ. എവിടെ മുതലാളി? എവിടെ മാമിന്റെ? അവിടെ വിളിച്ചിരിക്കുന്നില്ല. എവിടെ മുതലാളി? എവിടെ മുതലാളി? ആര് ഇതുവരെ കണ്ടിട്ടില്ല. ആ, അപ്പൊ ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി സെതിലേക്ക അല്ലേ? സെതിലേക്ക കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 പണി തരാൻ പറ്റിയൊരു മുതലാണ്. കാരണം നമ്മൾ അതിന്റെ വണ്ണം കണ്ടപ്പോൾ വിചാരിച്ച് എന്താണ് എലിനെ വിഴുങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചു. പക്ഷെ എലിനെ വിഴുങ്ങിയതല്ല. എത്രയോ കാലമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് കഴിച്ച് ഇവിടെ ജീവിക്കേണ്ട ആള്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും നിങ്ങളെ ഇറച്ചിയും അതേപോലെ തന്നെ പത്തിരിയും ഇതൊന്നും തിന്നാനല്ല ആള് വരുന്നത്. ഈ സാധനത്തിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പുറത്തിടുമ്പോൾ അത് തിന്നാൻ തവള, എലി കാര്യങ്ങളൊക്കെ വരും. ഇവരെ തിന്നാനാണ് വരുന്നത്. അപ്പോൾ പുറത്തിടുമ്പോൾ മാക്സിമം വീടിൻ്റെ അവിടെ ഇടാതിരിക്കുക. വല്ല കുഴിയിലൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാലും കഴിച്ചിലാവും. അപ്പോൾ എന്തെന്നാലും സെതിലേക്കാൻ്റെ സ്വന്തം മാമിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? ഇവിടെ നമ്മളെ ക്യാമറമാനൊക്കെ ഉണ്ട്. ഇവിടെ ക്യാമറമാനാണ് നമുക്ക് 2 ക്യാമറമാനായിരുന്നു. പിന്നെ എവിടെ ക്യാമറമാനാണ്? എല്ലാവരും ഇവിടെ വിളിച്ച് റൈസാക്കായിരുന്നു നമ്മളെ ഒരു ക്യാമറമാന്. പിന്നെ ഞങ്ങൾ മാറ്റി, ഞങ്ങൾക്ക് പറ്റാതായി. പിന്നെ ഞങ്ങൾ മാറ്റി. എന്തായിരുന്നു പേര്? ഷംസീർ കാക്കാനെ കയറ്റി. പിന്നെ അപ്പോൾ പഠിച്ചവനക്ക് അറിയാതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത്. എന്തെന്നായാലും ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നു. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.